ആ മൈതാനം ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരും രംഗത്ത്. അതായത് നരേന്ദ്രമോദി വന്ന സ്ഥലം ഇനി ശുദ്ധികലശം ചെയ്യണം. അല്ല, ഇത് പ്രധാനമന്ത്രി വന്ന വേദി ശുദ്ധികലശം ചെയ്യാൻ വന്നാൽ ആണത്തുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകനുണ്ടെങ്കിൽ, യുവമോർച്ചക്കാരനാണെങ്കിൽ നേരിട്ടിരിക്കും. യൂത്ത് കോൺഗ്രസ്സുകാരന് ഈ തോന്നിയാസം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ ഈ തരത്തിൽ കാപ്പ ചുമത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ട്വിസ്റ്റ് വരുന്നത്, സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഈ കേസിൽ 107 എന്ന് പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഇത് 107 വകുപ്പ് കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതം. കാപ്പ ചുമത്തിയ ആൾ BJP വിട്ടിട്ട് CPM-ലേക്ക് വരാൻ തയ്യാറായാൽ അയാളെ മന്ത്രി വന്ന് സ്വീകരിക്കുകയും കാപ്പയില്ലെന്ന് പറയുകയും ചെയ്യും. ഇത് എല്ലാ കാലത്തും CPM ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ആളും തരവും നോക്കിയിട്ട് അത് ചെയ്യരുത്. ഇപ്പൊ CPM-ല് മെമ്പർഷിപ്പ് ആണോ ഒരാള് കുലംകുത്തിയാകുന്നതും അല്ലെങ്കിൽ കാപ്പ ചുമത്താനുള്ള കേസിന്റെയും ക്രൈറ്റീരിയൻ? നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ GK സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ. വെൽക്കം സർ, വെൽക്കം ടു. നമസ്തേ. രാഷ്ട്രീയ നിരീക്ഷകനാണ് താങ്കൾ, പക്ഷേ എന്നാലും അത്യാവശ്യം സിനിമയൊക്കെ കാണുമെന്ന് കരുതുന്നു. സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ? സിനിമയൊക്കെ കാണും. ഇപ്പൊ ഈ അടുത്തിടെ തിയേറ്ററിൽ പോയി കാണാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, കാപ്പ. അതെ, പൃഥ്വിരാജ് നായകനായ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ ഈ കാപ്പ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് പൊതുജനങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങി ഡിബേറ്റൊക്കെ വന്നത് ആ ഒരു സിനിമ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ സിനിമ ഇറങ്ങിയപ്പോൾ കുറച്ചൊരു ഗ്യാപ്പായി. പക്ഷെ ഇപ്പോൾ വീണ്ടും കാപ്പ വീണ്ടും പൊതുജനങ്ങളൊരു ചർച്ചയാവുകയാണ്. അതായത് BJP-യുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ്, പുള്ളിക്കെതിരെ കാപ്പ ചുമത്താൻ പോവുകയാണെന്ന് കേരള പോലീസ് ഒരു വാണിംഗ് കൊടുത്തില്ലതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. സാധാരണ പൊതുപ്രവർത്തകർക്കെതിരെയൊക്കെ അങ്ങനെ കാപ്പ ചുമത്തുന്നത് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ഒരു സംഗതി. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച്? ഈ അനീഷ് അഡ്വക്കേറ്റാണ്, BJP-യുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ നേതാവാണ്. കാരണം ഇടതുമുന്നണിയും വലതുമുന്നണിയും തോൽപ്പിച്ച് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഒരു പക്ഷേ BJP ജില്ലാ പ്രസിഡന്റിനാണ്. പിന്നെ അവിടെ ഉണ്ണികൃഷ്ണൻ മാഷെ പോലുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, പിന്നെ ഉല്ലാസ് ബാബു തുടങ്ങി നമ്മുടെ വളരെ പ്രമുഖരായ നേതാക്കളുണ്ട്. അപ്പോൾ അനീഷ് വളരെ യങ്ങാണ്, വളരെ ആക്റ്റീവാണ്, വളരെ ഡൈനാമിക്കാണ്. അനീഷിൻ്റെ ഈ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ അനീഷിൻ്റെ പേരിലുള്ള മൊത്തം കേസുകളും രാഷ്ട്രീയ കേസുകളാണ്. മാർച്ച് നടത്തിയത്, ജാഥ നടത്തിയത് തുടങ്ങിയ കേസുകളാണ്. ഒരൊറ്റ കേസ് പോലും അക്രമം നടത്തിയതോ പൊതുമുതൽ നശിപ്പിച്ചതോ ആ ടൈപ്പുള്ള കേസുകളില്ല. അപ്പം ഇതിനകത്തൊരു വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാപ്പയുടെ നിയമവശങ്ങൾ ഒന്ന് പരിശോധിക്കണം. ആക്ച്വലി ഇപ്പോൾ കാപ്പ എന്ന് പറയുന്നത് തന്നെ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാനുള്ള നിയമം. സശക്തമായൊരു നിയമമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിൽ ഗുണ്ടകൾ എന്നും റൗഡികൾ എന്നും 2 കാറ്റഗറി നിർവചിക്കുന്നുണ്ട് ആ നിയമത്തിൽ. ഇന്ന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഗുണ്ടകളാണ്, സ്ഥിരം കുറ്റവാളികളും കൂടെ ആയിരിക്കണം. അതെ. അതുപോലെ തന്നെ ഇന്ന കാറ്റഗറിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവർ റൗഡികൾ. ഇങ്ങനെ കൃത്യമായൊരു നിർവചനം വെച്ചിട്ടുണ്ട്. ഈ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവർ സ്വാഭാവികമായും ഈ ഇത് കരുതൽ തടങ്കലിൽ വെക്കാനോ നാട് കടത്താനോ ഒക്കെ നിയമപരമായി സംവിധാനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്നത് ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ല സാധാരണഗതിയിൽ. ഇപ്പോൾ ഈ പറയുന്ന അനീഷ് ആയാൽ പോലും ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉള്ളത് ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇതുപോലെ എന്താ പറയുക, പ്രക്ഷോഭങ്ങളുടെ പൊതുജന ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ പലർക്കെതിരെയും കേസുണ്ട്, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. പക്ഷേ ഇവരാരും കാപ്പ ചുമത്തപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കാപ്പയുടെ ഭീഷണിയിലൂടെ പോകേണ്ടി വരുന്നില്ല. ഈവൻ കോൺഗ്രസ് നേതാക്കന്മാർ പോലും. എന്താ ഈ കേസ് അവസാനത്തെ കേസ് വളരെ സ്പെസിഫിക് ആണ്. എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തു.
അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വനിതകളുടെ റാലിയാണ് തൃശ്ശൂരിൽ നടന്നത്. ശോഭനയൊക്കെ പങ്കെടുത്ത എല്ലാവരും, ശോഭന പങ്കെടുത്തു, അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള വനിതകൾ, PT ഉഷ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ഇത്രയും വലിയൊരു റാലി തൃശ്ശൂരിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസാരിച്ചു. അതിനകത്ത് ജാതിയും മതവും ഇല്ലാതെ തട്ടമിട്ട സ്ത്രീകളും ഈ കുരിശ് ഇതിട്ട മാലയിട്ട കൊന്തയിട്ട ആൾക്കാരും ഒക്കെ, ആ സ്ത്രീകളൊക്കെ വന്നു. അവരൊക്കെ നരേന്ദ്രമോദി ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പ്രധാനമന്ത്രിയോടായാലും മുഖ്യമന്ത്രിയോടായാലും എല്ലാവരോടും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പിറ്റേ ദിവസം നരേന്ദ്രമോദി വന്നതിന് ആ തൃശ്ശൂർ വടക്കുന്നാഥൻ മൈതാനത്തിലാണ് ഫംഗ്ഷൻ നടന്നത്. ആ മൈതാനം ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും രംഗത്ത്. അതായത് നരേന്ദ്രമോദി വന്ന സ്ഥലം ഇനി ശുദ്ധികലശം ചെയ്യണം. അപ്പൊ ഇത് കേരളത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്നതാണ്. എന്തും ആയിക്കോട്ടെ, അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അല്ല, കേരളത്തിൽ ഇതിനു മുൻപും, കാരണം ഒരു പട്ടികജാതിക്കാരൻ റിട്ടയർഡ് ആയ ദിവസം അദ്ദേഹം ഇരുന്ന കസേര ചാണകവെള്ളം തളിച്ചിട്ടുണ്ട്. പ്രബുദ്ധരായ കേരളത്തിൽ നടന്ന കാര്യമാണ്. അതെ, അല്ല, ഇതൊരു പുതുമയല്ല. ചാണകവെള്ളം മാത്രമല്ല, ഈ പ്രബുദ്ധത എന്ന് നമ്മൾ അവകാശപ്പെടുന്ന പ്രബുദ്ധത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാനുള്ള ശ്രമമായതുകൊണ്ട് യുവമോർച്ചക്കാർ തടഞ്ഞു. ഈ മാർച്ചില് അനീഷ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അനീഷ് വന്നു. അനീഷ് മാധ്യമപ്രവർത്തകരെ കണ്ടു. മാർച്ചിന് ശേഷം മാർച്ചിന് മാധ്യമപ്രവർത്തകർ ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലുകളിലും ഇതിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ അനീഷ് ഈ സംഘർഷത്തിലോ ബാക്കിയുള്ള അനീഷ് മാധ്യമപ്രവർത്തകരോട് കണ്ടു, ഇത് ചെയ്തത് ശരിയല്ല, ഈ തരത്തിലുള്ള സംഭവം ഉണ്ടായി, എന്ത് വന്നാലും നമ്മൾ തടയും, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് കേസെടുത്തു. സ്വാഭാവികം കേസെടുത്തോട്ടെ. എത്ര 124 വകുപ്പും ഒക്കെ അനുസരിച്ചാണ് കേസെടുത്തത്. അപ്പൊ കേസിന്റെ വഴിക്ക് പോയതാണ്. പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല. ട്വിസ്റ്റ് വരുന്നത് സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഈ കേസിൽ 107 എന്ന് പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. 107 വകുപ്പ്. ഈ 107 വകുപ്പ് ചേർക്കണമായിരുന്നെങ്കിൽ പോലീസ് കേസെടുത്ത സമയത്ത് അന്ന് ചേർക്കണമായിരുന്നു. ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഇത് 107 വകുപ്പ് കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് BJPയെ വിക്ടിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ BJP ജില്ലാ പ്രസിഡന്റായ അനീഷിനെ വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. 107 വകുപ്പ് കേസെടുത്തു, കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, കോടതി ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോഴാണ് ഇനിയും കേസുണ്ടായാൽ ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തും എന്ന് പറയുന്നത്. ഇന്നലെ വിളിച്ചു വരുത്തി, സാധാരണ അങ്ങനെ വിളിച്ചു വരുത്തി അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമൊന്നും അല്ല, പോലീസിന് ചെയ്യാം. പോലീസിന് നോട്ടീസ് കൊടുത്ത് വരുത്താം. ഓഫ് റെക്കോർഡ്സ് അല്ല, റെക്കോർഡ്സ് തന്നെ കാപ്പ നിയമം അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വിളിച്ചു വരുത്തി ഇത് കൊടുക്കാം. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ ഈ തരത്തിൽ കാപ്പ ചുമത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ പൊതുമുതൽ നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് കാപ്പ നിയമത്തിൽ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തെ കാപ്പ ചുമത്തുന്നതിൽ നിയമപരമായി തെറ്റില്ല. അല്ല, അങ്ങനെ നടന്ന സംഘർഷങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. ഈ അനീഷിന്റെ പേരിലുള്ള കേസിലും പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയിൽ കമ്പൗണ്ട് അടിച്ചു എന്നാണ്. അതൊരു പൊതുമുതലല്ല. അത് പൊതുമുതലല്ല. യൂത്ത് കോൺഗ്രസ്സുകാരന് ഈ തോന്നിയാസം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടേണ്ടത് തന്നെയാണ്. അതായത് അത് തയ്യാറുള്ളവരെ വരാവൂ. യുവമോർച്ചക്കാർ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ BJP പ്രതിഷേധിക്കുന്നു. അപ്പൊ ആ പ്രതിഷേധം നേരിടേണ്ടത് പോലീസാണ്. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരല്ല, അവരൊരു സംഘർഷം ഉണ്ടാക്കി. അതെ, അല്ല, ഇത് പ്രധാനമന്ത്രി വന്ന വേദി ശുദ്ധികലശം ചെയ്യാൻ വന്നാൽ ആണത്തുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഉണ്ടെങ്കിൽ, യുവമോർച്ചക്കാരനാണെങ്കിൽ നേരിട്ടിരിക്കും. നേരിട്ടു, അതിനെ ഒപ്പോസ് ചെയ്തു. അതെ, അപ്പൊ ഇതൊരു സംഘർഷം ഉണ്ടായി. അത് ഈ കാപ്പ ചുമത്താനും ഗുണ്ടാലിസ്റ്റ് പെടുത്താനുമുള്ള കേസാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം ഗുണ്ടാലിസ്റ്റിൽ വരേണ്ട പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് പിണറായി വിജയനാണ്. വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ പ്രതിയായിരുന്നു. കേസ് ഊരിയതല്ലേ. TP ചന്ദ്രശേഖരൻ കേസിൽ KK രമ ആക്ഷേപിക്കുന്നതും KK രമ ആരോപിക്കുന്നതും കേരളത്തിലെ നേതാക്കൾക്ക് മുഴുവൻ അറിയാവുന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന്റെയും CPM നേതാക്കളുടെ ഇൻവോൾവ്മെന്റ് ആണ്.
എന്തുകൊണ്ടാണ് അവരാരും അല്ല പ്രതിചേർക്കപ്പെട്ടില്ല. പ്രതിചേർക്കപ്പെട്ടിട്ടില്ല? പക്ഷെ 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ഇതിന്റെ ഗൂഢാലോചന CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതുവരെയും ഒരിടത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെന്നുള്ള ഒരു രീതിയിൽ. സ്ഥാപിക്കാൻ കഴിയും. ആരോപണം മാത്രം, ആരോപണമാണ്. അത് വെച്ചിട്ട് കാപ്പ ചുമത്താൻ ഇല്ല, വേണ്ട. പക്ഷെ ഈ കേസില് മരിച്ചുപോയ ചന്ദ്രശേഖരന്റെ ഭാര്യ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് കാപ്പ എടുക്കാനാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പേരിൽ കാപ്പ എടുക്കണ്ടേ? നിയമസഭയിലെ അന്ന് പൊതുമുതൽ നശിപ്പിച്ച ഒരു കേസല്ല, ഒരു സീരീസ് ഓഫ് കേസുകൾ. അല്ല, സീരീസ് ഓഫ് കേസുണ്ട്. റഹീമിന്റെ പേരിൽ, റഹീം പിടികിട്ട പുള്ളിയാണ് ഇപ്പോഴും MP. എത്ര പേര് കേരള പോലീസിന്റെ കണക്കിൽ അദ്ദേഹം പിടികിട്ട പുള്ളിയാണ്. സ്വരാജിന്റെ പേരിൽ എത്ര കേസുണ്ട്? ഇപ്പൊ ഈ 10 വർഷമായിട്ട്, അതായത് 8 വർഷമായിട്ട് 2016 മുതൽ CPM അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഈ നേതാക്കന്മാരെല്ലാവരും ഇപ്പം ഈ സംഘർഷത്തിന് പൊതുമുതൽ നശിപ്പിക്കാനും പോകാത്തത്? ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. അല്ല, ഇപ്പൊ അവർക്ക് ആവശ്യമില്ല. ഇത് പ്രതിപക്ഷമാവട്ടെ. കേന്ദ്ര സർക്കാരിനെതിരെ സമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേന്ദ്ര സർക്കാരിനെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പൊതുമുതൽ നശീകരണം ഇല്ല. രാജ്ഭവന്റെ അടുത്തോ AG ഓഫീസിന്റെ മുന്നിലോ പോയിട്ട് സമരം ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വേറെ എവിടെയെങ്കിലും പോയി സമരം ചെയ്താൽ നന്നായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഞാൻ സമരത്തിനെതിരല്ല. സമരം ചെയ്യണം, പ്രതിഷേധം ഉണ്ടാവണം. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJP നേതാവിനോട്, പ്രധാനമന്ത്രിയോടല്ല, BJP നേതാവിനോട് എതിർപ്പുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത്. പക്ഷെ ആ കേസ് ഇത് കഴിഞ്ഞതിന് ശേഷം, സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ഈ കേസിൽ 107-ാം വകുപ്പ് കൂട്ടിച്ചേർക്കുകയും അഡ്വക്കേറ്റ് അനീഷിനെതിരെ കാപ്പ ചുമത്താനും ഗുണ്ടാ നിയമം കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നത് ഭോഷ്കാണ്. ഒരു കാരണവശാലും അതിന് സഭ്യമായ ഭാഷയിൽ പറയാൻ പറ്റില്ല. ഇവിടെ ഈ സമരമൊക്കെ നടന്നത് തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പുതിയ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മാസങ്ങൾക്കിപ്പുറമുള്ള ഈ നടപടി രാഷ്ട്രീയ പ്രേരിതം, അതാണ് താങ്കളുടെ വാദം. ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ പാലക്കാട് വരുന്നു, ചേലക്കര വരുന്നു, വയനാട് വരുന്നു. അപ്പോൾ ഇനി കൂടുതൽ BJP നേതാക്കന്മാർക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അത് ഉറപ്പാണ്. പാലക്കാട്ടെയും തൃശ്ശൂരിലെയും, തൃശ്ശൂർ എന്ന് പറയുന്ന ഇത് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് തൃശ്ശൂരിലെ വിജയം. കാരണം തിരഞ്ഞെടുപ്പിന്റെ തലേദിവസവും പറഞ്ഞതാണ് BJP ഒരു അക്കൗണ്ടും തുറക്കാൻ പോകുന്നില്ല. BJP ഒരു അക്കൗണ്ടും തുറക്കാൻ പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പേഴ്സണൽ ഗ്യാരണ്ടിയാണെന്നാ പറഞ്ഞത്. BJP അക്കൗണ്ട് തുറന്നു. ഈ 2 മുന്നണികളുടെയും 11 കക്ഷികൾ വീതമുള്ള 2 മുന്നണികളെയും തോൽപ്പിച്ചാണ് സുരേഷ് ഗോപി. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ പ്രഭാവവും സിനിമാ താരം എന്നുള്ള ഇതും കുറച്ചധികം ഉണ്ട്. പക്ഷെ അത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും വെറും 15,000 വോട്ടിന്റെ വ്യത്യാസം BJP സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ, ജയിച്ച സ്ഥാനാർത്ഥിയായിട്ട്. മനസ്സിലായി. താങ്കൾ പറയുന്നത് ഇപ്പൊ ഈ അനീഷ് എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ മാത്രം പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ജില്ലാ നേതാവ്, അതിനപ്പുറത്തേക്കില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പകപോക്കലൊക്കെ ആണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന BJPയുടെ മുഖമായി തന്നെ നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ, അനീഷിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് BJPയിൽ, അവരെ അല്ലേ ശരിക്കും ടാർഗറ്റ് ചെയ്യുക? അല്ല, അവരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങൾ അവർക്ക് കേസ് ഉണ്ടാവും, കാപ്പ ഉണ്ടാവും. അല്ല, എന്ത് വേണേലും. ഇപ്പൊ സുരേന്ദ്രന്റെ പേരിൽ തന്നെ എത്ര കേസുണ്ട്? സ്വാഭാവികം രാഷ്ട്രീയമാണ്. ശബരിമല കേസ്. പിന്നെ എനിക്ക് അറിയാം, കേസിൽ അന്നുണ്ടായ നാശനഷ്ടം, പബ്ലിക് പ്രോപ്പർട്ടികൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിലൊന്നും ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത 2 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് കൊച്ചിയിലെ ഈ ശബരിമല സംരക്ഷണ സമിതിയുടെ നേതാവ് SJR കുമാർ, അദ്ദേഹത്തിന്റെ പേരിൽ 1000 കേസുണ്ട്. സെൻകുമാർ സാറിന്റെ പേരിലുണ്ട് 100 കണക്കിന് കേസുകൾ. സെൻകുമാർ സാർ എവിടെയും പോയിട്ടില്ല. അദ്ദേഹത്തോടുള്ള ഒരു അദ്ദേഹത്തിന്റെ പകപോക്കലാണ്. അതേ ഞാൻ പറഞ്ഞത്. ഈ കാപ്പ ചുമത്തിയിട്ടില്ല. പക്ഷെ 800 ചില്ലാനോ കേസുണ്ട്. ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് ഒരുപാട് BJP പ്രവർത്തകർ എന്തിന്റെ പേരിലായാലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരുപാട് പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ പരസ്യമായി മാധ്യമ പ്രവർത്തകര് പിന്നെ കയ്യേറ്റം ചെയ്യപ്പെട്ട കേസ്, സ്ത്രീകൾ ഉൾപ്പെടെ അല്ല, സ്ത്രീകളല്ല, സ്ത്രീകൾ ശബരിമല കയറാൻ പാടില്ല. അല്ല, അത് നിലയ്ക്കൽ ഭാഗത്ത് നിലയ്ക്കൽ പ്രശ്നത്തിലും ഒരു റിപ്പോർട്ടറെ കൈകാര്യം ചെയ്തത് വെച്ചാൽ അയാളെ പിടിച്ചു തള്ളി. ചവിട്ടി. അല്ല, പിടിച്ചു തള്ളിയ ആ റിപ്പോർട്ടർ അയ്യപ്പ ഭക്തർ, അയ്യപ്പന്മാരെന്ന് പോലും പറയാൻ തയ്യാറാവാതെ ഇവരെ മുഴുവൻ
ഒരു വളരെ ഒരു പക്ഷേ ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ നിലപാടിനോട് എതിർപ്പുണ്ടാവും. പക്ഷെ നിങ്ങളുടെ നിലപാട് പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നാണ് വോൾട്ടയർ പറഞ്ഞത്. പക്ഷെ ഇവിടെ പൊതുമുതൽ വ്യാപകമായി പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ സീരീസ് ഓഫ് കേസുകൾ, പക്ഷെ ഈ പൊതുമുതൽ നശിപ്പിച്ച സംഭവത്തിൽ ഇൻവോൾവ് അല്ലാത്ത SJR കുമാറിനെയും സെൻകുമാറിനെയും KP ശശികല ടീച്ചറിനെയും വത്സൻ തില്ലങ്കേരിയൊക്കെ എന്തിനാ കേസെടുത്ത്? അല്ല, അതൊരു സാങ്കേതികത്വമല്ല. ഇപ്പൊ BJP പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. സ്വാഭാവികമായും ഇപ്പൊ എല്ലാ ആൾക്കാരും അക്രമത്തിലൊന്നും പങ്കെടുക്കണമെന്നില്ല. പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ വശത്ത് നിന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകർ ഏതെങ്കിലും ഒരു ധാർമ്മിക രോഷത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ആവേശത്തിന്റെ പുറത്തോ ഒരു കല്ലെറിഞ്ഞു, ഒരു ബസ്സിന് കേടുപാട് പറ്റി. സോ ആ സമരം നയിച്ച ആൾക്കാർ സ്വാഭാവികമായും അതിന് ഉത്തരവാദികളായി മാറും. അവർ കേസിൽ പ്രതികളുമാകും. പക്ഷേ അതിൽ കാപ്പ ചുമത്തുന്നതാണ് അതിലൊരു വൈരുദ്ധ്യമായിട്ട്. കാപ്പ ചുമത്തുന്നത് മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ CPM-ന്റെയും CPI-യുടെയും ഒക്കെ സംസ്ഥാന നേതാക്കൾക്കെതിരെയും കേസ് എടുക്കണ്ടേ? ഇതെങ്ങനെ ഏകപക്ഷീയമാകും? സെലക്റ്റീവ് ആകുന്നു. പോലീസ് സെലക്റ്റീവ് ആവരുത്. പക്ഷേ ഇതിപ്പം തൃശ്ശൂരിലെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. നമ്മൾ ഈ കാപ്പ ചുമത്തുന്നത് സ്വാഭാവികമായും ക്രിമിനൽ ആക്ടിവിറ്റീസ്, അത് ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ത് തന്നെയായാലും ആര് ചെയ്താലും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മൾ ആ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ പത്തനംതിട്ടയിലോട്ട് വരുമ്പോൾ അവിടെ ഒരു കാപ്പ കേസിൽ പ്രതിക്ക് ഭയങ്കര വീരോചിതമായ സ്വീകരണം ലഭിച്ചു. അപ്പൊ അത് പിറ്റേ ദിവസം തന്നെ. അതെ, അതിന്റെ ഒരു വൈരുദ്ധ്യം എന്താണ്? അതിനെങ്ങനെ കാണുന്നു? അല്ല, അതാണ് ഒരാള് കാപ്പ ചുമത്തിയ ആൾ BJP വിട്ടിട്ട് CPM-ലേക്ക് വരാൻ തയ്യാറായാൽ അയാളെ മന്ത്രി വന്ന് സ്വീകരിക്കുകയും കാപ്പയില്ലെന്ന് പറയുകയും ചെയ്യാം. പക്ഷെ പോലീസ് മേധാവി പറഞ്ഞു കാപ്പയുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി 61 കേസ് എന്തോ. അതെ, ഒരുപക്ഷെ രാഷ്ട്രീയപരമായ കേസുകളായിരിക്കാം കാപ്പ ചുമത്തി. അപ്പൊ ഈ കാപ്പ എന്ന് പറയുന്ന സംഭവം ഇത് ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും അമർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, അദ്ദേഹം മാതൃകയാക്കുന്നത് ബ്രിട്ടീഷുകാരെയാണോ? ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ പത്തനംതിട്ടയിലെ ശരൺ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ശരൺ ചന്ദ്രൻ ആകെ 12 കേസുകളുണ്ട്, അതിൽ 11 കേസിനും രാഷ്ട്രീയ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി പറയുന്നു അദ്ദേഹത്തിനെതിരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം ക്ലീൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ഇപ്പുറത്തേക്ക് വന്നാൽ ക്ലീൻ. ഇത് പണ്ട് EMS-നെ കുറിച്ച് പറയാറുള്ളതാണ്. ബാക്കി എല്ലാവരും വർഗീയവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കും. മുന്നണി മാറി മുസ്ലിം ലീഗിന്റെ ഒരു കൃഷ്ണം ഇപ്പുറത്തേക്ക് വന്നാൽ അഖിലേന്ത്യാ ലീഗ് വന്നപ്പോഴത്തേക്ക് അഖിലേന്ത്യാ ലീഗ് വർഗീയമല്ല എന്ന് പറഞ്ഞു. ഇത് എല്ലാ കാലത്തും CPM ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ആളും തരവും നോക്കിയിട്ട് അത് ചെയ്യരുത്. ഒരു കക്ഷിയെ വർഗീയ കക്ഷിയാണോ അല്ലെങ്കിൽ കാപ്പയുണ്ടോ ഇല്ലയോ, ഈ നിലപാട് സ്വീകരിക്കേണ്ടത് നിയമാനുസൃതമായിട്ട് വേണം. പത്തനംതിട്ടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ മന്ത്രി തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം BJP-യുടെ ഭാഗമായിരുന്നു. ശരൺചന്ദ്രൻ ആ നേതാവ് BJP-യുടെ ഭാഗമായിരുന്നപ്പോഴാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുത്തത്. അദ്ദേഹം അതെല്ലാം മതിയാക്കി പുതിയൊരു മനുഷ്യനായി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നു. അപ്പൊ പിന്നെ പഴയ കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയാണോ? അല്ല, ഇത് TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഇത് ബാധകമല്ലേ? TP ചന്ദ്രശേഖരൻ ഇതേപോലെ അടിപിടി അക്രമ കേസുകളിലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. രാഷ്ട്രീയ കേസുകളാണ്. അതെ, രാഷ്ട്രീയമായിരുന്നു. പക്ഷെ തല്ലു കേസ് ഉണ്ടായിരുന്നു. BJP-ക്കാരെ ആക്രമിച്ച കേസിലും TP ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. പക്ഷെ TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ ഉടനെ കുലകുത്തിയാവുന്നത് എങ്ങനെയാ? അപ്പൊ CPM-ലെ മെമ്പർഷിപ്പ് ആണോ ഒരാള് കുലംകുത്തിയാകുന്നതും അല്ലെങ്കിൽ കാപ്പ ചുമത്താനുള്ള കേസിന്റെയും ക്രൈറ്റീരിയൻ? ഇതാണ് കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള ചോദ്യം. അപ്പൊ ഇതിനു പകരം ഈ കേരള പോലീസ് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആവണം, സത്യസന്ധമാകണം. ഇത് കേരള പോലീസിന്റെ DGP-യുടെ പേരിൽ ഇപ്പം വസ്തു തട്ടിപ്പ് കേസ് വന്നു, കേസ് സെറ്റിലായി. പക്ഷെ ആ കേസ് ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന് റെസ്ട്രിക്ഷൻ കൊടുത്തത്. 1 വർഷം മുന്നേ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിരുന്നു. അതെ, അപ്പോ ഈ പറയുന്ന വിഷയങ്ങളൊന്നും അന്ന് പരിഗണിക്കപ്പെട്ടില്ല. അല്ല, ഇത്തരം കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാളെ പോലീസ് മേധാവിയാക്കി ഇരുത്താൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ആളെ പോലീസ് മേധാവിയാക്കി ഇരുത്തുന്നത് കേസായിട്ടില്ല, ഒരു പരാതി, ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, ആയിക്കോട്ടെ, പരാതി ഉണ്ട്, 30 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് തന്നെയാണല്ലോ പരാതി. അതൊരു സിവിൽ ഡിസ്പ്യൂട്ട്. അല്ല, സിവിൽ ഡിസ്പ്യൂട്ട് ആണ്, സമ്മതിച്ചു. സിവിൽ ഡിസ്പ്യൂട്ട് ആണ്, സമ്മതിച്ചു. പക്ഷേ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം.
സീസറിന്റെ ഭാര്യ LDF നിൽക്കുമ്പോൾ പ്രശ്നമില്ല. സീസറിന്റെ ഭാര്യ LDF നിൽക്കുമ്പോൾ പ്രശ്നമില്ല എന്നുള്ള ലൈൻ അത് ശരിയല്ല. കാര്യം ഈ പോലീസ് മേധാവി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഇപ്പൊ TP സെൻകുമാറോ ഹേമേന്ദ്രനോ ആണെങ്കിൽ ഇത് നടക്കൂ. പക്ഷെ അവരാരും മാസ്റ്റേഴ്സ് ചോയ്സ് ആയിരുന്നില്ല. അല്ല, മാസ്റ്റേഴ്സ് ചോയ്സ് ആയിരുന്നില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. ഇതിനു മുൻപ് ഞാൻ മനഃപൂർവ്വമാണ് സെൻകുമാർ സാറിന്റെ കാര്യം പറഞ്ഞ. സെൻകുമാർ സാറിന് ഇനി നമ്മുടെ ഇപ്പൊ വിരമിച്ചതിന് ശേഷം സംഘപരിവാർ സഹയാത്രികനായി എന്ന് വെക്കാം. പക്ഷെ ഹേമേന്ദ്രന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മെമ്പർ അല്ല. അന്നുമില്ല ഇന്നുമില്ല. അങ്ങനെയുള്ള എത്ര ഓഫീസേഴ്സ് ഉണ്ട്? അവരെടുത്ത് ആരെടുത്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, കാപ്പ ചുമത്താൻ പറഞ്ഞാൽ അവർ ചുമത്തൂ രാഷ്ട്രീയ പ്രതിയോഗികളെ? സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം പെട്ടെന്ന് 107-ാം വകുപ്പ് ചുമത്താനും കാപ്പ കൊണ്ടുവരാനും ഒക്കെയുള്ള സവിശേഷ സാഹചര്യം, ആ സവിശേഷ സാഹചര്യം രാഷ്ട്രീയമാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പാടില്ല. 2026 കഴിഞ്ഞാൽ പിണറായി വിജയനും ബാക്കിയുള്ള ഈ CPM നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഇവർക്കെതിരെ ഇതേ നാണയത്തെ തിരിച്ചടിക്കാൻ പറ്റില്ലേ? ആലോചിക്കണം. അന്ന് അധികാരത്തിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ഇതേ നാണയത്തിൽ ഇവർക്കെതിരെയും. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായൊരു നിലപാടുണ്ട്. ഉമ്മൻചാണ്ടി, ഞാൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയക്കാരനല്ല. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ 37-38 വർഷമായിട്ട് ഞാൻ ഉമ്മൻചാണ്ടിയെ കാണുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ ഉമ്മൻചാണ്ടിക്ക് ടോയ്ലറ്റ് പോകണേ പോലും ആൾക്കാരെ തള്ളി മാറ്റിയിട്ട് വേണം പോവാൻ. അത്ര ജനകീയനായിരുന്നു. അന്ന് ഈ പീഡനത്തിന്റെ ആരോപണം ഉന്നയിച്ച സ്ത്രീ, പേര് പറയുന്നില്ല, സോളാർ, ആ സ്ത്രീ പരാതി ഉന്നയിച്ച ദിവസം ഞാൻ സെൻകുമാർ സാറിനോട് ജനം TV നടത്തിയ ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, യാതൊരു സാഹചര്യവും ഇല്ല, ഈ പറയുന്ന ദിവസം അദ്ദേഹം ഉണ്ട് അവിടെ, ഒരു കാരണവശാലും നടക്കില്ല. കാര്യം എപ്പോഴും അവിടെ ആൾക്കൂട്ടമായിരുന്നു. അതെ, ക്ലിഫ് ഹൗസ് ആണ്. ക്ലിഫ് ഹൗസിലും ഉമ്മൻചാണ്ടി പാതിരാത്രിക്ക് ഉറങ്ങാൻ പോകുന്നത് വരെയും അവിടെ ജനങ്ങളായിരുന്നു. അത് മാത്രമല്ല, ഇത്രയും വർഷത്തെ പൊതുജീവിതം, ഈ പൊതുജീവിതത്തിനിടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. പക്ഷെ ആരെയും, ഏതൊരു മനുഷ്യനെയും ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമായിട്ട് ഈ പീഡനക്കേസുമായി. പത്തനംതിട്ടയിലെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. ഇത് അതേസമയം ഇവർക്ക് തിരിച്ചടി വന്നു. എവിടെയാണ്? സ്വപ്ന കേസ്. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കാർ സ്വപ്ന കേസിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചതുപോലെ രാജിവെച്ച് മാറിയെന്നില്ല. അന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്ന രീതി കണ്ടാൽ അറിയില്ല അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷെ അതേ രീതിയിൽ തന്നെ ഇവർ സംസാരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. പക്ഷെ അന്ന് മിണ്ടുന്നില്ല. ഇതാണ് പറഞ്ഞത്, ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിന് നല്ലതല്ല. കൊടുത്താൽ അത് വാങ്ങും ഇവർ, ഇനിയും വാങ്ങും. ഈ പത്തനംതിട്ടയിലെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ പത്തനംതിട്ടയിലെ ഈ കാപ്പ ചുമത്തപ്പെട്ട ക്രിമിനൽ ആക്ടിവിറ്റി പശ്ചാത്തലമുള്ള നേതാവ് BJPയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ശുദ്ധനായി. അതിനൊരു മറുവശം കൂടെ പറയുന്നുണ്ട്. അതായത് ഇയാൾ ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് CPMലേക്ക് ചേക്കേറിയത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഇത് ഇപ്പൊ ഒരു കാര്യം, പണ്ടത്തെ BJP ആണെങ്കിൽ BJP ഈ തരത്തിൽ ഒരാളെ കിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. പണ്ടത്തെ BJP എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ അടിത്തറയില് കഷ്ടപ്പാട് സഹിച്ച് പട്ടിണി കിടന്ന് അങ്ങനെ പ്രവർത്തിച്ചു വന്നവരാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം, ഇന്നത്തെ കാലത്ത് അതാ പറഞ്ഞേ, BJP അധികാരത്തിൽ വന്നതിന് ശേഷം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടാൽ ഇവർ തിരിച്ചു പോകും. അതായത് അധികാരം കിട്ടിയതോടുകൂടി BJPയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി എന്നല്ല പറഞ്ഞു. പക്ഷേ സ്വാർത്ഥമോഹികൾ കൂടുതൽ BJPയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേർ, ധാരാളം പേർ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. BJPയിൽ ഉള്ളവരും അങ്ങനെ ആവുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. BJPയിലുള്ളവർ ഒന്നും കിട്ടിയില്ലെങ്കിലും അവർ ഇപ്പോഴും കഷ്ടപ്പെട്ടും സഹിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ശരി. പക്ഷെ ഈ വരുന്ന ആൾക്കാര് അവരുടെ കാര്യം കണ്ടില്ലേ അവർ തിരിച്ചു പോകും. അതിനിടയ്ക്ക് ഇവരെ ക്രിസ്റ്റലൈസ് ചെയ്യണം. അവർ പാർട്ടിയുടെ നല്ല വർക്കേഴ്സായിട്ട് മാറണം, നല്ലവരായിട്ട് മാറണം. ഇപ്പൊ ജോർജ് കുര്യനെ കുറിച്ച് ഇപ്പൊ പലരും പറയാറുണ്ട്. ജോർജ് കുര്യൻ 82-ല് BJPക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് പാർട്ടിയിലേക്ക് വന്ന ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം മതവിശ്വാസിയാണ്, ഒക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഘടനാ സംവിധാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇതില്
എന്താ പറയുക, ഇപ്പം കാപ്പ ചുമത്തുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഇതിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നു, രാഷ്ട്രീയ വിരോധമാണ്, വൈരാഗ്യമാണ് എന്ന് താങ്കൾ ആരോപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ഇനി അടുത്ത് CPM ടാർഗറ്റ് ചെയ്യുന്ന നേതാക്കന്മാർ ആരൊക്കെയായിരിക്കും? പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രനെയാണ് അവിടെ ഒരു പ്രോബബിൾ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഉയർത്തി കാണുന്നത്, അല്ലെങ്കിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ തീരുമാനമായിട്ടില്ല. അവിടെ 2-3-4 പേര് നല്ല സ്ഥാനാർത്ഥികൾ പലരുടെയും പേര് കേൾക്കും. അവരെല്ലാം കാപ്പയിലകത്താകും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്ത് വിടാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു വേറെ സർക്കാർ മാത്രം തീരുമാനിച്ചാൽ പോരാ, മേളിലിരിക്കുന്ന ഒരു ബോർഡും കാര്യം വേറെ കുറച്ച് സംവിധാനങ്ങൾ തീരുമാനിക്കണം. പിന്നെ ഹൈക്കോടതി ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ കേസുകളിൽ പ്രതികളായവരെ, പക്ഷെ ഇതിന്റെ ഡോക്യുമെന്റ് വളരെ ക്ലിയർ അല്ലേ? സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് 124-ാം വകുപ്പ് പ്രകാരം തല്ലുകേസോ അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരു സംഭവം ഉണ്ടാക്കിയ കേസിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ പിറ്റേ ദിവസം കൊണ്ട് 107-ാം വകുപ്പ് ഇൻക്ലൂഡ് ചെയ്ത് ഇത് ചെയ്യാൻ ഇത് കോടതി കാണാതിരിക്കുമോ? കോടതി എല്ലാം കാണുന്നുണ്ട്. അല്ല, കോടതി, ഞാൻ പറയുന്നത് കോടതി 100% സംശുദ്ധമാണെന്നൊന്നും ഞാനിപ്പോ കരുതുന്നില്ല. കാരണം ഇവര് പലരും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടിയ ജഡ്ജിമാരൊക്കെ ഉണ്ട്. അവർ ചിലതിനൊക്കെ കണ്ണടയ്ക്കും. പക്ഷെ അവിടെയും പിന്നീട് അതിന്റെ മുകളിൽ കോടതിയുണ്ട്, അവിടെ ചോദ്യം ചെയ്യാം. പക്ഷെ ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പൊ കാപ്പ കൊണ്ടൊന്നും വരട്ടാൻ നോക്കണ്ട, കാപ്പ കൊണ്ട് വരട്ടാനൊന്നും നോക്കണ്ട. കാപ്പയും മിസയും ഒന്നും കണ്ട് ഭയപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിരുന്ന ആൾക്കാരല്ല. പക്ഷെ അതല്ലല്ലോ, ഒരു ജനാധിപത്യ സംസ്കാരത്തിന്, ഒരു പോലീസിന്റെ പ്രവർത്തനത്തിന് ഒരു സുതാര്യതയും നിഷ്പക്ഷതയും വേണ്ടേ? എല്ലാ പാർട്ടിക്കാരോടും ഭരണകക്ഷി ആൾക്കാരോട് കുറച്ചൊക്കെ അധികം ഇതായിട്ട് പെരുമാറിയെന്ന് വരാം. ഇവ പോലീസുകാരെ പിടിച്ചു തല്ലുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാണിക്കുന്നു. ആ തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ നടപടിയില്ല. ഇവ ഈ പാർട്ടിയുടെ സംവിധാനം, CPM-ന്റെ സംവിധാനം പോലീസ് സ്റ്റേഷൻ ഭരിക്കാനും പോലീസുകാരെ നിയന്ത്രിക്കാനും രാഷ്ട്രീയ പ്രതിയോഗികളെ കാപ്പ ചുമത്താനും ഒക്കെ പോകുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഭരണത്തിന്റെ അന്തസ്സത്ത ആലോചിക്കണ്ടേ? താങ്കൾ നേരത്തെ പറഞ്ഞ BJP-യുടെ ഒരു പ്രോസ്പെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP-യിൽ ചില സ്വാർത്ഥമോഹികൾ കടന്നു വരുന്നു എന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. അപ്പൊ അവർ അത്തരക്കാരിൽ ചിലരുടെയെങ്കിലും ചെയ്ത്തുകൾ ഈ പറയുന്നത് പോലെ ജെനുവിനായിട്ടുള്ള കാപ്പ കേസുകൾ വരികയും പാർട്ടി അതിൽ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കും. അല്ല, അങ്ങനെയല്ല. അതിപ്പോ ഈ ഇതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ കുറെയൊക്കെ സുഖിമാന്മാരായിരിക്കും. അവരാരും ഫീൽഡിൽ പോകുന്നവരോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ആ തരത്തില് പോസ്റ്റ് ഒട്ടിക്കാനും അക്രമം നടത്താനും ഒന്നും പോകുന്നവരല്ല. കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്, അവരെല്ലാ കാലത്തും ഉണ്ടാവും. അവർക്കും ഈ പറയുന്ന ഭീഷണി നാളെ ഉണ്ടാവും. സകല BJP-കാരും പിടിച്ചകത്തിടുന്നാണോ? അല്ല, എത്ര പേരെ അകത്തിടാൻ പറ്റും? പക്ഷെ കാപ്പയൊക്കെ നമ്മൾ ഭയക്കണം. അല്ല, കാപ്പ ഭയക്കണമെന്ന് പറയുമ്പോൾ ഈ കാപ്പയ്ക്ക് അനുസൃതമായ രീതിയിൽ ഗുണ്ടാപ്രവർത്തനം നടത്തുകയോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ പൊതുജീവിതത്തിന് ഹാനികരമായ രീതിയിൽ ഇത് ചെയ്യുകയോ പൊതുബോധം നശിപ്പിക്കുകയോ ചെയ്യണം. ഈ വി ശിവൻകുട്ടിയൊക്കെ നിയമസഭയിൽ ചെയ്ത വിക്രിയകളുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും വൈറലാണ്. അതൊന്നും തെളിവില്ലെന്നാണ് പറയുന്നത്. അതെ, ഈ ദൃശ്യങ്ങളും തെളിവല്ലേ? ഏതായാലും ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷിനെതിരെ കാപ്പ ചുമത്തും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ചുമത്തിയിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പുകൾ തന്നെ വരുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് വരുന്നത്? കാപ്പ ചുമത്തും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ചുമത്തുമോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാർക്കെതിരെ? അത്തരം കാര്യങ്ങൾ നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻസ് വരും. ആ വരുന്ന മുറയ്ക്ക് നമുക്ക് ആ വിഷയങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാം. നന്ദി.